ഇനി മുഖാമുഖം അച്ഛനും മകനുമാ. തോക്കാതിരിക്കാൻ ഞാൻ നോക്കും. മകൻ തോറ്റ അച്ഛൻ അതൊരു കുറച്ചിലല്ലേ? ശിവ, പിന്നീന്ന് കുത്തുന്നോടാ ഭീരു. എല്ലുറപ്പില്ലാത്തവന്മാരെയൊക്കെ കൂട്ടത്തിൽ പിടിച്ചു നിർത്തിയ ഇതേപോലൊക്കെയുള്ള നിറയിടത്തരം കാണിക്കും. കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മക്കള് രണ്ടുപേരും കൂടി എന്നെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്റെ പെങ്ങളുടെ ഒരു ഇഷ്ടം അത് നടത്തി കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിക്കുക. തടയരുത്. അച്ഛനിപ്പോ എന്നെ വിളിച്ചൊരു വിളിയില ആ ലാസറിന്റെ പിച്ചാത്തപ്പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അതെന്റെ മേലുള്ള അച്ഛന്റെ ഉത്തരവാദിത്തം. ഒരു മകനോടുള്ള കടമ. ആ ഉത്തരവാദിത്വവും കടമയും എനിക്ക് എന്റെ പെങ്ങളോടും ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ അവളെ കൂട്ടിക്കൊണ്ടു പോവാ. നീ കൂട്ടിക്കൊണ്ടു പൊക്കോടാ, നിന്റെ പെങ്ങളല്ലേ. 2 ദിവസം ആങ്ങളയുടെ കൂടെ പെങ്ങള് വന്ന് നിക്കട്ടെ, അതിന് എനിക്ക് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇവളുടെ കല്യാണം അത് ആ ഗതികെട്ട ഡോക്ടർ പയ്യനുമായിട്ട് നടത്താൻ നോക്കരുത്. നടക്കില്ല. നടത്താൻ ഞാൻ സമ്മതിക്കില്ലടാ. എന്റെ ഈ ശരീരത്തിൽ ഓടുന്നത് അച്ഛന്റെ ചോര തന്നെയാ. ആ ഗുണം ഞാനും കാണിക്കണ്ടേ? അച്ഛനെ വെല്ലുവിളിക്കൊന്നുമല്ല, ഞാൻ എന്റെ പെങ്ങക്ക് കൊടുത്ത വാക്ക് പറയുക. ഇവളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ അത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട പ്രകാശനൊപ്പമായിരിക്കും. എങ്കി ഇത് മുടക്കാൻ വേണ്ടിട്ട് ഞാൻ ആ പ്രകാശനെ അങ്ങ് തീർക്കും. തടയാൻ പറ്റുമെങ്കിൽ നീ തടയേ. തടയും. എന്നെ കൊന്നിട്ടേ പ്രകാശിന്റെ അടുത്തേക്ക് അച്ഛൻ എത്താൻ പറ്റൂ. വാചന്ദ്രേ, കേറ്. ഇനി മുഖാമുഖം അച്ഛനും മകനുമാ. തോക്കാതിരിക്കാൻ ഞാൻ നോക്കും. മകൻ തോറ്റ അച്ഛൻ അതൊരു കുറച്ചിലല്ലേ? സാറേ, എന്താ? അച്ഛൻ, നീ ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ കൂടെ. രാഘവേട്ട, ഇത് ചായ. ഇപ്പോഴാണ് ചായ കൊണ്ടിരുന്നേ. ചോദിച്ചിട്ട് 3-4 മണിക്കൂറായല്ലേ? രാഘവേട്ട, ഇത് ഉണ്ടാക്കി എടുക്കണ്ടേ? ശാലിന്യം കൂടി ഇല്ലാത്തതല്ലേ. പൊന്നി ഒറ്റയ്ക്ക് എന്തെല്ലാം ചെയ്യും. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് ചോദിക്കുമ്പോൾ ചായ കിട്ടണം. തരാൻ പറ്റുമെങ്കിൽ മാത്രം ആ സമയത്ത് തന്നാ മതി. ഇല്ലെങ്കിൽ എനിക്ക് ചായ ഒന്നും വേണ്ട. ഇതെന്തു പറ്റി?
അല്പം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഞാനേ പറഞ്ഞ അവരെ വിട്ടത്. ഇവിടെ വലിയൊരു ചടങ്ങാ നടക്കുന്ന നാളെ. രണ്ടുപേരും ഇവിടെ വേണം. എന്നിട്ട് ഇതുവരെ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു നോക്ക്. അപ്പൊ ചായയുടെ സമയം തെറ്റിയതല്ല, അവരുടെ സമയം തെറ്റിയതാണ് പ്രശ്നം അല്ലേ? പിന്നെ കാര്യങ്ങൾ തീരുമാനിച്ചതേ ഈ ഞാനാ. വരുന്നവർ എന്നോട് ചോദിക്കത്തുള്ളൂ. മക്കളുടെ മരുമക്കളുടെയൊക്കെ സമ്മതമാണോ ഞാനിപ്പോ എവിടെയൊക്കെ പ്ലാൻ ചെയ്തേന്നേ? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് ഉത്തരവുണ്ടാവോ? അത് തന്നെ രാഘവേട്ടൻ ഞാനും ചോദിക്കുന്നത്. ഇത്രയും തിരക്കും ഉത്തരവാദിത്തമുള്ള ഒരു കളക്ടർക്ക് രാഘവേട്ടൻ പറയുന്നത് പോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച് വീട്ടിലിരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും വലുത് അവരവരുടെ ജോലിയല്ലേ. അത് ശരി. അപ്പോ എന്റെ ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കുമേ നിങ്ങളാരും വില കൽപ്പിക്കുന്നില്ലല്ലേ? അതങ്ങനെ വരൂ. ഞാനൊരു പണിയില്ലാത്ത ഒരു ഗുണമില്ലാത്തൊരു കോലമാണല്ലോ. എന്റെ വാക്കിന് അല്ലെങ്കിലും എന്തുവരെ ഇരിക്കുന്നു. ശരിയാ, എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്നാ മതിയായിരുന്നു. എന്നാണോ ഞാൻ പറഞ്ഞത്? ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. പിന്നല്ലാതെ ഈ സങ്കടം കാണുമ്പോ ഉള്ള സത്യം പറയാനും പറ്റുന്നില്ലല്ലോ ഈശ്വര. എന്റെ കൃഷ്ണ, എന്തെങ്കിലും ഒരു വഴി ഇത് മുടക്കാനായി ഉണ്ടാക്കി തരണേ. വണ്ടി കംപ്ലൈന്റ് ആയിരുന്നില്ലേ നീ പറഞ്ഞേ? ഇത് ചിലപ്പോഴേ അവരായിരിക്കും. വിഷ്ണു എന്തിയേ? അവൻ പോന്നില്ലേ? മോളെ, വിഷ്ണു എന്തിയേ? പറ, വിഷ്ണു എന്തിയെന്ന്. രാഘവേട്ട, വിഷ്ണു വർക്ക്ഷോപ്പിലായിരിക്കും. വണ്ടി നന്നാക്കണ്ടേ അല്ലേ മോളെ? അതെ, വിഷ്ണുട്ടൻ വർക്ക്ഷോപ്പിലാ. വണ്ടി നന്നാക്കിട്ടേ വരൂ. നിക്ക്. വണ്ടി നന്നാക്കിയാലും ഇല്ലെങ്കിലും ഇന്ന് വൈകിട്ട് ആളുണ്ടാവണം. ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. ഇവിടെ നടക്കാൻ പോകുന്നതേ ചെറിയൊരു കല്യാണം തന്നെ. അല്ല, വെഡിങ് ആനിവേഴ്സറി മാറിയപ്പോ കല്യാണമായോ? എന്റെ ഭാമയെ, വിഷ്ണുവിന്റെ ശാലയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇവരുടെ ജീവിതത്തില് ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ? നീ തന്നെ പറ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായേ? അതെല്ലാം മാറാൻ വേണ്ടിട്ടാ ഈ പുതിയ കല്യാണം. ഇത് കഴിയുന്നതോടെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നവും മാറും. അച്ഛ, അതിന് നമ്മള് അമ്പലത്തില് വല്ല വഴിപാട് നടത്തിയാ പോരെ? ഈ എല്ലാവരും വിളിച്ചു വരുത്തി ഇതുപോലൊരു ചടങ്ങൊക്കെ എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? അതെന്തിനാന്ന് വെച്ചാലേ ഈ മുള്ളിനെ മുള്ളോടെ എടുക്കണമെന്നാ പറയുന്നതേ.